നമസ്കാരം. 120 ദിവസത്തിലധികം നീളുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണവും ഗസയുടെ പ്രതിരോധവും. അപ്പോൾ അവിടെ ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള വലിയ പ്രയത്നം മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. ഖത്തർ അതിനകത്ത് വലിയ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 2-3 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ഒന്ന് വളരെ പെട്ടെന്ന് അവിടെ ഒരു ലോങ് ടേം ഒരു ദീർഘസ്വഭാവമുള്ള ട്രൂസ് വെടിനിർത്തൽ വരാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ദി കൈമാറ്റ കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ ഒരു ബന്ധിയെ വിട്ടയക്കുന്നതിന് പകരം 100 പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക പോലെയുള്ള ധാരണ ഉണ്ടാക്കി എന്നുള്ള വാർത്തയാണ് നമ്മൾ കുറച്ച് മണിക്കൂർ മുമ്പ് വരെ കേട്ടത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് വീണ്ടും അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ള പുതിയ അപ്ഡേറ്റ് വരുന്നു. ഞങ്ങളിപ്പോഴും ഈ ബന്ധിമോചന കരാറിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഹമാസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വാർത്ത. മറ്റൊന്ന്, ഇതിനകത്ത് ഇസ്രായേൽ ഇപ്പോഴും വലിയ ഫൈറ്റിങ്ങിലാണ് എന്ന് അവർ പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് മൂഡിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല എന്ന്. ഒരു കരാർ ഉണ്ടാക്കിയാൽ സർക്കാരിനെ താഴിടുമെന്ന് ഇസ്രായേൽ ക്യാബിനറ്റിലെ മന്ത്രി തന്നെ ഭീഷണി മുഴക്കുന്നു. അങ്ങനെ ഭയങ്കര സങ്കീർണമായ ഒരു മൊമെൻറ്റിലാണ് ഇപ്പോഴും അത് നിൽക്കുന്നത് എന്ന് പറയാം. നമ്മളതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ദൗസേവൻ, എന്താണ് തോന്നുന്നത്? ഇത് വളരെ പെട്ടെന്നൊരു ഒരു 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 സമാധാന കരാറിലേക്ക് എത്താനുള്ള സാധ്യത എന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ അത് എത്താനുള്ള അവസാന മൊമെൻറ്റിലെ ഈ തടസ്സങ്ങൾ ഇപ്പോഴും എന്താണ്? നിഷാദ്, ഇതിൽ കമൻറ്റ് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഇതിൽ വരുന്ന വാർത്തകളെല്ലാം ഈ സെക്കൻഡറി സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ടിട്ടുള്ള വാർത്തകളാണ്. ഇതിൽ കക്ഷികളായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിലൊന്നും പബ്ലിക്കായിട്ട് ഡയറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആകെ സംഭവിച്ച കാര്യം ഇതാണ്: പാരീസിൽ യോഗം ചേർന്നിട്ടുണ്ട്, മൊസാദിൻ്റെ ചീഫ് അതിൽ പങ്കെടുക്കുന്നുണ്ട്, CIA ചീഫ് പങ്കെടുത്തിട്ടുണ്ട്, ഖത്തറിൻ്റെ പ്രതിനിധികൾ, ഈജിപ്തിൻ്റെ പ്രതിനിധികൾ, ഇവരെല്ലാം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഖത്തറിൻ്റെ വിദേശകാര്യമന്ത്രി തന്നെയാണ് പങ്കെടുത്തത്. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ദോഹയുടെ ഖത്തറിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ്, അദ്ദേഹം ഒരു അമേരിക്കയിലെ ഗ്രാജുവേറ്റ് സ്കൂളിലെ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ ഇസ്രായേലി സൈഡ് ഇപ്പോൾ ഒരു പ്രപ്പോസലായിട്ടുണ്ട്, ഇസ്രായേലി സൈഡ് അത് അഗ്രി ചെയ്തിട്ടുണ്ട്. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇനീഷ്യൽ പോസിറ്റീവ് കൺഫർമേഷൻ അതിൽ വന്നിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ഇനീഷ്യൽ പോസിറ്റീവ് കൺഫർമേഷൻ. ഇത് മാത്രമാണ് അതിൽ ഔദ്യോഗിക സ്വഭാവത്തിൽ വന്നിട്ടുള്ള ഒരേ ഒരു പ്രതികരണം. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് പിന്നെ വാർത്തകൾ ഡെവലപ്പ് ചെയ്യുന്നത്. കരാറിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് വന്നുള്ള വാർത്തകൾ ഏതാണ്ട് സെയിം തന്നെയാണ്. നിഷാദ് പറഞ്ഞ പോലെ തന്നെ ഒരു 2 മാസത്തെ വെടിനിർത്തൽ, 3 മാസത്തെ വെടിനിർത്തൽ, അല്ലെങ്കിൽ ഒരു ബന്ദിക്ക് പകരം 100 ഹമാസ് തടവുകാരെ വിട്ടയക്കുക എന്നുള്ള, ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുക. പക്ഷെ അതിൽ ഒരു കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഈ പറയുന്ന ഈ യുദ്ധവിരാമം നടക്കുന്ന സമയത്ത് ഗസയിലുള്ള പട്ടാളക്കാർ, ഇസ്രായേലി പട്ടാളക്കാരുടെ സ്റ്റാറ്റസ് എന്താണ്? അവർ പിൻവാങ്ങുമോ, അല്ല അവരിപ്പോൾ നിന്നോട് തന്നെ നിൽക്കുകയാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അവരിപ്പോൾ ഒരു സ്ഥലത്തുണ്ടാവുമല്ലോ, അവിടെ നിന്ന് പുറകോട്ട് പോവുമോ മുന്നോട്ട് പോവുമോ, എന്താണ് അവരുടെ മൊബിലിറ്റി എന്താണ് എന്നൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഹമാസ് നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്: സൈന്യത്തെ പിൻവലിക്കുക, ഇസ്രായേലി ബൂട്ടുകൾ ഗസയുടെ മണ്ണിൽ നിന്ന് മടങ്ങുക. അങ്ങനെയല്ലാതെ ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല എന്നാണ് അവർ പബ്ലിക്കായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കരാറിൽ അങ്ങനെ വല്ലതുമുണ്ടോ, അതേക്കുറിച്ച് വല്ലതുമുണ്ടോ എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നില്ല. ഈ കാര്യം മാത്രമാണ് പുറത്തു വന്നത്. 2-3 മാസം വെടിനിർത്തുന്നു, ഇവരെ ഇത്രയും വരെ വിട്ടേക്കുന്നു. അപ്പോൾ ഇതിലാകെ സന്തോഷിക്കാവുന്നൊരു കാര്യം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൽ ആ ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കുന്നു, ഇസ്രായേലിലെ മൊസാദിൻ്റെ ചീഫ് തന്നെ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലും ഏതോ അർത്ഥത്തിൽ ഒരു കരാർ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു കോമൺ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ അങ്ങനെ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് എത്രയോ വലിയ മേൽക്കൈ, സൈനികമായ മേൽക്കൈ ഹമാസിന് മേലുണ്ട്, അല്ലെങ്കിൽ ഗസയ്ക്ക് മേലുണ്ട്. 120 ദിവസത്തോളമായി അവരിങ്ങനെ ഓരോ ദിവസവും ടൺ കണക്കിന് ബോംബുകൾ അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തകർത്ത് തരിപ്പണമാക്കിയ ഒരു നഗരമാണത്. അവിടെ ജനങ്ങൾ മുഴുവൻ ഷെഡുകളിലാണ് കഴിയുന്നത്. ഇന്നിപ്പോൾ വരുന്ന വാർത്ത, ഈ 22 ലക്ഷം മനുഷ്യർ, ഗസയിലെ 40 കിലോമീറ്റർ നീളത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന 22 ലക്ഷം മനുഷ്യർ കഴിഞ്ഞ 10-15 ദിവസം, 100 ദിവസത്തോളമായി ഈ റഫ, ഖാൻ യൂനിസ് എന്ന് പറയുന്ന ചെറിയ പ്രദേശത്താണ് അവർ ടെൻ്റ് അടിച്ച് താമസിക്കുകയാണ്. ഖാൻ യൂനിസിൽ ആക്രമണം ഉണ്ടായപ്പോൾ വീണ്ടും റഫയിലേക്ക് ആളുകൾ പോയി. 22 ലക്ഷം മനുഷ്യർ ഒരു കുഞ്ഞു പ്രദേശത്ത് ഇങ്ങനെ ഞെരുങ്ങി ജീവിക്കുകയാണ്. അപ്പോൾ റഫയിലും ഞങ്ങൾ ബോംബിടും എന്ന് ഇന്നിപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവിടെ വലിയ പാനിക് ഉണ്ടാക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്.
അപ്പോൾ ഇത്രയും ഭീകരമായ രീതിയിൽ ആക്രമണം നടത്തുന്ന, അല്ലെങ്കിൽ ആരും തടയാനില്ലാതെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഇസ്രായേൽ എന്തിനാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് പാരീസിലേക്ക് ആളയക്കുന്നത് എന്നൊരു ചോദ്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതോ അർത്ഥത്തിൽ ഒരു സെസേഷൻ അല്ലെങ്കിൽ ഒരു പോസ് അവരും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധം നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ്. ലോകത്ത് സമാനതകളില്ലാത്തതാണ്. രണ്ട് കാര്യത്തിൽ സമാനതകളില്ലാത്തതാണ്. ഒന്ന്, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ അതിൻ്റെ വോള്യം, അത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധത്തിലുള്ള ആക്രമണമാണെന്ന് മിലിറ്ററി ഹിസ്റ്റോറിയൻസ് എല്ലാം എഴുതിക്കഴിഞ്ഞ കാര്യമാണ്. അതേപോലെ ഇങ്ങനത്തെ ഒരു ആക്രമണത്തിന് മുമ്പിൽ നടക്കുന്ന ചെറുത്തുനിൽപ്പ്, ഇത്രയും 120 ദിവസമായിട്ടും ഇസ്രായേൽ അതിൻ്റെ ഒരു ലക്ഷ്യവും മിലിറ്ററി ടാർഗറ്റൊന്നും നേടിയിട്ടില്ല. യുദ്ധത്തിൽ എങ്ങനെയാണ് നമ്മളൊരു യുദ്ധ വിജയം എന്ന് പറയുക? ആ യുദ്ധത്തിൽ വെച്ചിരിക്കുന്ന, യുദ്ധം നടത്തുന്നത് മിലിറ്ററി ആണല്ലോ, അപ്പോൾ മിലിറ്ററി വെച്ചിരിക്കുന്ന ടാർഗറ്റുകൾ നേടുക എന്നുള്ളതാണ്. അതൊന്നും നേടിയിട്ടില്ലെന്ന് ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റിലെ മന്ത്രിമാർ തന്നെ സമ്മതിക്കുന്ന ഒരിതാണ്. അപ്പം മനുഷ്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആക്രമണത്തിൻ്റെയും സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിൻ്റെയും ഒരു ചിത്രമാണ്. അപ്പോൾ അത് ആക്രമണത്തിലൂടെ ഇവരുടെ ഇച്ഛാശക്തിയെ, ഇവരുടെ സമരവീര്യത്തെ, സ്വാതന്ത്ര്യബോധത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇസ്രായേലിനും ബോധ്യപ്പെടേണ്ടതാണ്. അങ്ങനെ നമുക്കൊരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകാം എന്ന് ലോകവും ഇസ്രായേലുമൊക്കെ വിചാരിക്കുകയും അതിലേക്ക് കടക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും. ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ധാരണ എന്ന് പറയുമ്പോൾ അജിംസ്, ഇപ്പം ഹമാസിനെ സംബന്ധിച്ച് ഒക്ടോബർ 7 അവർ ഇത്ര ഒരു സാഹസികമായ ദൗത്യം നിറവേറ്റുന്നത് ശാശ്വത പരിഹാരത്തിലേക്കൊന്ന് സ്റ്റെപ്പ് ചെയ്യാൻ കഴിയണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ. ഫൈനലി ഇത് ബന്ധിമോചനം, തടവുകാരെ വിട്ടയക്കൽ എന്നതിലായിരിക്കുമോ ഈ ഒക്ടോബർ 7 തുടങ്ങിയ ഈ സംഘർഷത്തിൻ്റെ അവസാനം? അല്ല, ഒരു 3 മാസമൊക്കെ നിലനിൽക്കുന്ന ഒരു വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അത് എന്നത്തേക്കുമായി വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമേരിക്ക അതിന് മുൻകൈ എടുക്കുന്നത് തന്നെ. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ തടസ്സം നമുക്ക് ആലോചിക്കുക, ഇപ്പോഴും ഇന്നലെയും ഇന്നും ഒക്കെ നെതന്യാഹു പറയുന്നത് സമ്പൂർണ്ണ വിജയത്തിലൂടെ അല്ലാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഒരു വശത്ത് അമേരിക്കയിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്, മറുവശത്ത് ബന്ദികളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ബന്ധുക്കളുടെ സമരമുണ്ട്. മൂന്നാമത് യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നണി വിടും, സർക്കാർ താഴെ വീഴും എന്ന് പറഞ്ഞിട്ട് കുറേ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികൾ അല്ലെങ്കിൽ അൾട്രാ റൈറ്റ് പാർട്ടികൾ ഭീഷണിപ്പെടുത്താണ് നെതന്യാഹുവിന്. അപ്പോൾ ഇനിയൊരു പീസ് ഡീൽ ഉണ്ടാവുക എന്നതിനേക്കാൾ നെതന്യാഹുവിന് എളുപ്പം, നെതന്യാഹുവിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ അദ്ദേഹത്തിന് വളരെ സുരക്ഷിതമായ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ യുദ്ധം നിർത്തുക എന്നുള്ള നെതന്യാഹു തീർന്നു എന്നാണ് നമ്മൾ മുമ്പ് പോലോട്ട് അത് ചർച്ച ചെയ്തതാണ്. നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ യുദ്ധം നിർത്തില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പീസ് ഡീലാണ്. പല കാരണങ്ങളാൽ പലതരം താല്പര്യങ്ങളുണ്ട്. മറ്റൊന്ന്, ഹമാസ് എന്താണ് പറഞ്ഞത്? ഹമാസ് ഡീലിനോട് പറഞ്ഞത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഖത്തറിന് കിട്ടി ഹമാസിൽ നിന്നാണ്. അതിനർത്ഥം അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഹമാസും ഒരു വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു. എനിക്കറിയില്ല, വെടിനിർത്തൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു എന്നല്ല, അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇസ്രായേൽ അങ്ങ് വെടിനിർത്തി ഇത് അവസാനിപ്പിച്ച് പോകും, കുറേ നാശനഷ്ടം വരുത്തിയല്ലോ എന്നാണ്. പക്ഷേ ഈ ഒരു ഡീൽ നടപ്പാക്കേണ്ടത് തീർച്ചയായിട്ടും പലരുടെയും താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങളുള്ളതോടൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UN എത്ര പെട്ടെന്നാണ് സൈലൻ്റ് ആവുന്നത്. ഇപ്പോൾ ICJയുടെ ആ റൂളിംഗ് വന്നു. ICJയുടെ റൂളിംഗിൽ UN സുരക്ഷാ സമിതി എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? UN സൈലൻ്റ് ആയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിൽ ഇതൊരു നോർമൽ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ഉണ്ടാവുന്നില്ല. ഒരു നോർമൽ കാര്യമാണ്. ഇതിനിപ്പോൾ ഒരു വർഷം തുടരുകയാണെന്നിരിക്കട്ടെ, ഇസ്രായേലിൻ്റെ ആക്രമണം 1 വർഷം തുടരുകയാണെങ്കിൽ പോലും ഇതൊരു സാധാരണ സംഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയ പ്രശ്നം, അവിടെ ഒരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം, വംശഹത്യ ഉണ്ട് എന്ന യാഥാർത്ഥ്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടും ലോകം എത്ര കൂളായിട്ടാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ളൊരു ധാർമ്മിക രോഷമോ എന്താണ് വംശഹത്യ നടക്കുകയാണ് എന്ന് പറയുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അതൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നുകൊണ്ടിരുന്നത് ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നത് വംശഹത്യയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പുറലോകം അറിയുന്നുണ്ട്, ആൾക്കാരെ കൊല്ലുന്നുണ്ട്, അത് ലോകം നോക്കിയിരുന്നു. സമാനമായി ഏതാണ്ട് 1 നൂറ്റാണ്ട് കഴിയുമ്പോൾ സമാനമായ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു പീസ് ഡീലിൽ അവസാനിക്കും. കാരണം ഇത്രയും വലിയൊരു കൂട്ടക്കൊല നടന്നിട്ട് ഇനി വെടിനിർത്തി സമാധാനപരമായിട്ട് പോയി കളയാം, ഇനി ഇതെങ്കിലും നിൽക്കട്ടെ, ഗസ് അവിടെ നിൽക്കട്ടെ, പട്ടാളം പിന്നോട്ട് പോരട്ടെ, അല്ലെങ്കിൽ പട്ടാളം അവിടെ നിൽക്കട്ടെ, അങ്ങനെ തോന്നുന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല.
ഇത് കുറേ കൂടി നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പീസ് ഡീലിലേക്ക് ഹമാസ് സമ്മതിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ സമ്മതിക്കും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇസ്രായേലായിരിക്കും അതിലേറ്റ്, നെതന്യാഹു തന്നെയായിരിക്കും അത് അട്ടിമറിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പീസ് പ്രോസസ്സ് തുടങ്ങിയ അന്നാണല്ലോ ഖത്തറിനെ കുറിച്ചുള്ള നെതന്യാഹുവിൻ്റെ ടേപ്പ് പുറത്തു വരുന്നത്, ലീക്കാവുന്നത്. അത് ബോധപൂർവം ചെയ്യുന്നതാണ്. അതായത് അങ്ങനെ ഒരു സമാധാനം നടന്നോട്ടെ, അത് അമേരിക്ക ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളതിൽ പങ്കാളിയാണെന്ന് ലോകം വിചാരിച്ചോട്ടെ, പക്ഷെ അത് ഒരു കാരണവശാലും സാർത്ഥകമാവരുത് എന്ന് പല വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഈ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയായിരിക്കും ധാരണയാണ് ഉണ്ടാവുക എന്നതെന്ന് കാത്തിരിക്കുകയാണ് നമ്മൾ.